അപ്പോൾ ഗൈസ് ഞാനും ഇന്ന് എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു വണ്ടി നോക്കാനായിട്ടിന്ന് പോവാണ്. ഇവൻ്റെ അച്ഛൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ, ഒരു പഴയ വണ്ടിയായിരുന്നു. അതിപ്പോൾ അവൻ്റെ അച്ഛൻ ഓട്ടിക്കാഞ്ഞ് വീട്ടിലൊക്കെ ഇട്ട് വണ്ടി ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു റണ്ണിങ് കണ്ടീഷനൊക്കെ മാറിക്കിടക്കായിരുന്നു. കാരണം ഇപ്പോൾ വണ്ടി ഓടാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അച്ഛൻ അയച്ചു കൊടുത്തൊരു ഇവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത പൈസ അവൻ്റെ അച്ഛൻ്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് അവൻ ആ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിൻ്റെ കാര്യം നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാതും ക്ലബ്ബിൽ പോയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം ഇവൻ പറഞ്ഞ് എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടി ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഇവൻ എനിക്കൊരു ഫോട്ടോ കാണിച്ച് നല്ലൊരു ഫോട്ടോ തന്നെയായിരുന്നു, എനിക്ക് ഇഷ്ടമൊക്കെ പെട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വണ്ടി അങ്ങ് മേടിക്കാമെന്ന്. അവൻ പറയുന്നത് 12 രൂപയ്ക്ക് അവൻ തരാമെന്നാണ്, 12 ലക്ഷം രൂപയ്ക്ക് അവൻ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തുകൂടെ നിങ്ങൾ ചോദിക്കും. പക്ഷേ അത് അവൻ കംപ്ലീറ്റ് മോഡിഫൈ ചെയ്തൊരു വണ്ടിയാണ് കഴിച്ചു. പക്ഷേ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. റണ്ണിങ് കണ്ടീഷനാക്കി ചെറിയ ആലോ വീൽസൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി. അപ്പം നമ്മൾ ഒരു വലിയൊരു ടയറൊക്കെ മേടിച്ചിട്ട് വലിയൊരു ആലോ വീലൊക്കെ ആക്കി നമ്മളങ്ങനെ അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അതാണ്ടില്ല നമ്മുടെ ഈ റീപ്പർ ഷോപ്പ് പെട്രോൾ പമ്പില്ലേ, SPBU പെട്രോൾ പമ്പ്, അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്നൊരു ആ പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത്. വണ്ടി കിടക്കുകയല്ല, ഞാൻ വണ്ടി മേടിക്കാനായിട്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വണ്ടി അവിടെ കിടക്കുകയല്ല, ആ വണ്ടി ഞാൻ ജസ്റ്റ് രജിസ്ട്രേഷൻ പരിപാടിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവന് വണ്ടിയിലെ ഇത് അതായത് വീട്ടിൽ കൊണ്ട് വന്നുകൂടെയെന്ന്, അതായത് ഈ രജിസ്ട്രേഷൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വന്നൂടെ എന്ന് ചോദിക്കും. പക്ഷേ അതങ്ങനെ വേണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം വെളിയിൽ പോയി ചെയ്യുന്നതാണ് ഗൈസ് നല്ലത്. അതപ്പോൾ ഈ വലിയ ബിസിനസ് ലീഡിങ് ഹാൻഡിലിങ്ങൊക്കെ വീട്ടിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത് പേപ്പറിൽ വെള്ളമൊക്കെ വീണാലോ ഒന്നൊക്കെ ഓർത്തിട്ടാണ്. കാരണം ഇതാകുമ്പം രജിസ്ട്രേഷൻ സൈനോടെ തീരുമല്ലോ, അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ എത്താറായി. ഇവിടുന്ന് ഒരു ചെറിയൊരു വളവായിരുന്നു. ഓക്കെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. വളച്ചോ. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. സൈഡ് ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വളച്ച് നൈസിനങ്ങ് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇടണോ അങ്ങോട്ടിടാം, നേർക്കെ കൊണ്ടിടാം. ഓക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, വൈബ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, വണ്ടി സെറ്റാക്കി നമ്മളങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എന്ന് പറയണേ നമ്മുടെ എൻഡോവറാണ് മക്കളെ, എൻഡോവർ. അപ്പോൾ ആ എൻഡോവർ അടിപൊളിയായിട്ട് സെറ്റാക്കി ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പം ഇവനെ വീട്ടിൽ കൊണ്ടുപോകുന്നൊരു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ സീ ദ നെക്സ്റ്റ് വൺ. ബൈ, ലവ് യു, ടേക്ക് കെയർ.